SSC റെയിൽവേ പരീക്ഷയ്ക്കുള്ള GKൻ്റെ സീരീസിൽ 8ാമത്തെ വീഡിയോ ആണ് ഹിസ്റ്ററീൻ്റെ. കഴിഞ്ഞ വീഡിയോയിൽ മഗധ എംപയറിൽ ഉൾപ്പെടുന്ന മൗര്യൻ, മുന്നേയുള്ള ഹര്യങ്ക, ശിശുനാഗ, നന്ദ. ഈ വീഡിയോയിൽ മൗര്യൻ എംപയർ. അടുത്തത് മൗര്യൻ എംപയർ. മൗര്യൻ എംപയർ SSCൻ്റെ ഇതിൽ മഗധ എംപയറിലെ 4ാമത്തതാണ്. ആദ്യം പറഞ്ഞു ഹര്യങ്ക, അടുത്തത് ശിശുനാഗ, പിന്നെ അതിന് ശേഷം വന്നത് മഹാപത്മനന്ദൻ്റെ കീഴിൽ നന്ദ എംപയർ. അപ്പോൾ ഈ നന്ദയിലെ അവസാനത്തെ റൂളറായിട്ടുള്ള ധനനന്ദ, ധനനന്ദയ്ക്ക് ശേഷമാണ് റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. അതായത് ഹസീന, അടുത്തതാണ് മൗര്യ. അതിന് ശേഷം മൗര്യക്ക് ശേഷം ശുംഗ ഡൈനാസ്റ്റി, കണ്വ ഡൈനാസ്റ്റി. ഈ 2 ഡൈനാസ്റ്റികളും ഈ മഗധയുടെ ഈ ഒരു ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് ഭരണം നടത്തുന്നുണ്ട്. ശുംഗ അതിന് ശേഷം ക്യാപിറ്റൽ മാറ്റുന്നുണ്ടെങ്കിലും ഈ മഗധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഭരണമാണ് ഇവിടെ നടക്കുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് മൗര്യൻ എംപയർ. ആദ്യം തന്നെ ഇവിടെ നോക്കുന്നത് മൗര്യൻ എംപയറുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ പറയുന്ന ഒരാളുടെ പേര് കൗഡല്യൻ. അത് ആരാണെന്നുള്ളത് വഴി വരുന്നതിൽ കാണും. കൗഡല്യൻ്റെ അർത്ഥശാസ്ത്രം, ആ പുസ്തകത്തിലാണ് പ്രധാനപ്പെട്ട സോഴ്സുകൾ, പല വിവരങ്ങളും, അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു, അവിടെ എങ്ങനെയാണ് അധികാരത്തിൽ വന്നത്, അത്തരം കാര്യങ്ങൾ. പിന്നെ വരുന്നത് വിശാഖദത്ത മുദ്ര രാക്ഷസ. അതിന് ശേഷം വരുന്ന ഇനി വരാൻ പോകുന്ന വലിയൊരു എംപയറാണ് ഗുപ്ത എംപയർ. അതൊരു 600 AD കാലഘട്ടത്തിൽ വരുന്നതാണ്, 6th സെഞ്ച്വറിയിൽ. അപ്പോൾ സമയത്തെ എഴുതപ്പെട്ട വിശാഖദത്തയുടെ മുദ്ര രാക്ഷസ. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടായിരുന്നു, മുദ്ര രാക്ഷസ ആരാണ് എഴുതിയത്. ഇപ്പോൾ മുദ്ര വിശാഖദത്ത, വി എന്ന് പറയുന്ന ഒരു മുദ്ര, വി എന്ന് പറയുന്ന വിക്ടറി സൈൻ. ഇപ്പോൾ വി ഒരു മുദ്രയല്ലേ, വിശാഖദത്ത മുദ്ര രാക്ഷസ. അപ്പോൾ മുദ്ര എന്ന് പറയുമ്പോൾ വി, അത് എഴുതിയത് വി വിശാഖദത്ത. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മെഗസ്തനീസ് ഇന്ത്യക്ക. മെഗസ്തനീസ് എന്ന് പറയുന്നത് സെല്യൂസിഡ് എംപയറിലെ സെല്യൂക്കസ് നിക്കേറ്ററിൻ്റെ കോർട്ടിൽ നിന്ന് ഈ മൗര്യ എംപയർ അവരുടെ കോർട്ടിലേക്ക് വന്നതാണ്. ഒരു ഗ്രീക്ക് ട്രാവലറാണ്. മൂപ്പരുടെ പുസ്തകമാണ് ഇന്ത്യക്ക. ഇന്ത്യക്ക എന്ന് പറയുമ്പോൾ എന്താണ്, ഇന്ത്യ എന്നുള്ള ഒരർത്ഥത്തിൽ. അപ്പോൾ അവിടെ ഈ മൗര്യ എംപയറുമായി ബന്ധപ്പെട്ട കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. പക്ഷേങ്കിൽ അത് നമ്മളുടെ ഈ കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രവും മുദ്രരാക്ഷസിലും ഒക്കെ പറയുന്ന ഡീറ്റെയിൽസുമായിട്ട് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് ഇൻ കോൺട്രാക്സ്റ്റ് ടു എക്സിസ്റ്റിംഗ് നമ്മളുടെ ഡീറ്റെയിൽസ്, നമ്മളുടെ ഹിസ്റ്റോറിക്കൽ ഡീറ്റെയിൽസുമായിട്ട് മെഗസ്തനീസിൻ്റെ ഇന്ത്യയിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. എന്തായാലും അതൊരു സോഴ്സാണ്. പിന്നെ ജാതക ടൈൽസ്, ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചേഴ്സ്. പിന്നെ ഈ മൗര്യൻ്റെ ഫസ്റ്റത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. ഇപ്പോൾ ചന്ദ്രഗുപ്തൻ്റെ മൗര്യൻ്റെ ഒറിജിനുമായി ബന്ധപ്പെട്ടിട്ട് പല തിയറീസും ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുരാണാസിൽ ഒരു ശൂദ്ര, അതായത് ശൂദ്ര വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്, നമ്മളെ വർണ്ണ സിസ്റ്റത്തിൽ ശൂദ്രാസിൽ വരുന്ന ആളാണ് മൗര്യൻ എന്നാണ് പറയുന്നത്. അതുപോലെ വിശാഖദത്തേൻ്റെ മുദ്രരാക്ഷസത്തിൽ പറയുന്നത് കുൽഹീന എന്ന് പറയുമ്പോൾ എന്താണ്, കുലമില്ലാത്തത് എന്നുള്ള അർത്ഥത്തിൽ. അതിലാണ്. പിന്നെ ഗുജറാത്തിലെ ഗിർനാറിൽ ഉൾപ്പെടുന്ന ജുനഗഡ് റോക്ക് ഇൻസ്ക്രിപ്ഷൻ, അതായത് കല്ലിൽ കൊത്തിയിട്ടുണ്ടാവുന്ന ഡീറ്റെയിൽസ്. അപ്പോൾ ഇത് രുദ്രദമനുമായി ബന്ധപ്പെട്ടതാണ്. ഗുജറാത്തിൽ വരുന്ന ജുനഗഡ് റോക്ക് ഇൻസ്ക്രിപ്ഷൻ അതിന് വരുന്നുണ്ട്. അതിൽ പറയുന്നത് വൈശ്യ കാറ്റഗറി, ഇത് ഓരോ വർണ്ണത്തിനെ പറ്റിയിട്ട് പറയുന്നത്, അതിൻ്റെ ഒറിജിൻ ഏതാണ്, ക്ഷത്രിയനാണോ ബ്രാഹ്മണനാണോ, അതേപോലെ. അപ്പോൾ പലരും പല അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ എന്തല്ല, പ്രധാനമായിട്ടും ഭരണത്തിലേക്ക് എത്തുന്നവരാരാ, ക്ഷത്രിയാസായിരിക്കും. അപ്പോൾ അവരല്ല എന്നുള്ളത് കൺഫേമാണ്. അപ്പോൾ മൗര്യൻ റൂളേഴ്സ് ഇപ്പം പറഞ്ഞത് ഹസീന, അവസാനം നന്ദയിലാണ് എത്തി നിൽക്കുന്നത്. നന്ദ ഡൈനാസ്റ്റിൻ്റെ ലാസ്റ്റ് റൂളർ ധനനന്ദയാണ് ഇപ്പം റൂളറായിട്ടുള്ളത്. ഇവരെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ചന്ദ്രഗുപ്ത മൗര്യൻ വരുന്നത്. അപ്പോൾ ധനനന്ദേനെ നമ്മൾ പഠിച്ചത് അലക്സാണ്ടർ ഇൻവേഡ് ചെയ്യുന്ന സമയത്ത് മഗധയിലെ റൂളറായിരുന്നു, വിത്ത് ദ ഹെൽപ്പ് ഓഫ് കൗഡില്യ എന്ന് പറയുന്നത് നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഒരു പ്രൈം മിനിസ്റ്റർ, ആ റോളിലുള്ള ഒരാൾ, ഒരു മെൻറ്റർ പോലെ. 2 പേരുണ്ട് കൗഡില്യന്, ചാണക്യൻ അഥവാ വിഷ്ണുഗുപ്തൻ. ഈ 2 പേരിലും അറിയപ്പെടുന്ന കൗഡില്യനാണ്. ഇനി ഗുപ്ത എംപയർ പഠിക്കുമ്പോൾ ഇതുപോലെ ചന്ദ്രഗുപ്തൻ, സമുദ്രഗുപ്തൻ, ഒരുപാട് ഗുപ്ത സർനെയിം വരുന്ന പേര് പഠിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. വിഷ്ണുഗുപ്ത എന്ന് പറയപ്പെടുന്നത് ചാണക്യനാണ് അഥവാ കൗഡില്യ. ഇത് 3 ഒരാൾ തന്നെയാണ്.
അപ്പോൾ ഈ ചാണക്യതന്ത്രം എന്നൊക്കെ ഇപ്പോൾ പറയുന്നത് ഇതിൻ്റെ സോഴ്സ് ഇവിടെ നിന്നാണ്. ഈ ചാണക്യതന്ത്രം ഇപ്പോൾ പൊളിറ്റീഷ്യൻസിലൊക്കെ നല്ല ബുദ്ധിയുള്ള ആളുകളെ ചാണക്യൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വരുന്നത് ഇവിടെ നിന്നാണ്. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രമാണ് ഒരു എങ്ങനെയാണ് ഒരു രാജ്യം ഭരിക്കേണ്ടതിനെ പറ്റിയിട്ടുള്ള ഏറ്റവും ആൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പുസ്തകം. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യൻ അധികാരത്തിൽ വരുന്ന വർഷം 322 BC. അപ്പോൾ ഇതിന് കാരണമാവുന്ന ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അലക്സാണ്ടർ വേഴ്സസ് പോറസ് വാർ, അതായത് ബാറ്റിൽ ഓഫ് ഹൈഡസ്പസ്. ഈ അലക്സാണ്ടർ എന്ന് പറയുന്നത് നേരെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു മാസഡോണിയയിൽ ഗ്രീക്ക് എന്ന് വരുന്നൊരു അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അവർ ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്തേക്ക് ഇറാനും ഇപ്പോൾ സെൻട്രൽ ഏഷ്യയും ഇറാനും ഒക്കെ ശേഷം ഇവിടത്തേക്ക് ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മുടെ പഞ്ചാബിൻ്റെ ഒക്കെ ഭാഗത്ത് ഈ ജലം നദീൻ്റെ കരയിലുള്ള ഒരു കിങ്ഡമാണ് പോറസ് ആണ് അവിടുത്തെ കിങ്. പോറസുമായിട്ട് യുദ്ധം ചെയ്യുന്നു. അപ്പോൾ ആ യുദ്ധത്തിന് ശേഷം അന്നേരം മഗധ ഭരിക്കുന്ന ആളാണ് ധനനന്ദ. അപ്പോൾ ധനനന്ദയുമായി ബന്ധപ്പെട്ടിട്ട് ആ രാജ്യത്തെ ആൾക്കാർക്കൊക്കെ വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടാവുകയും, അപ്പോൾ ആ ഒരു സമയത്ത് 326 ശേഷം 4 വർഷത്തിന് ശേഷമാണ് മൗര്യൻ അവരെ റീപ്ലേസ് ചെയ്യപ്പെടുന്നത്. അത് ഈ കൗടില്യൻ്റെ സഹായത്തോടു കൂടിയിട്ട്. അപ്പോൾ ഒന്നാമത്തെ റൂളർ മൗര്യ സാമ്രാജ്യത്തിലെ ചന്ദ്രഗുപ്ത മൗര്യനാണ് ഫൗണ്ടർ. നന്ദ റൂളറായ ധനനന്ദയെ റീപ്ലേസ് ചെയ്ത്, ഇതൊരു ക്വസ്റ്റ്യനാണ്, ആരെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ചന്ദ്രഗുപ്ത മൗര്യൻ വരുന്നത്? ധനനന്ദ. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ആദ്യത്തെ ഒരു വാർ എന്ന് പറയുന്നത് സെലൂക്കസ് നിക്കേറ്റർ, അതായത് സെലൂസിഡ് എംപയർ. ഇന്ത്യയിലെ ഈ ഒരു ഭാഗത്ത് വരുന്ന സെലൂസിഡ് എംപയറിലെ സെലൂക്കസ് നിക്കേറ്റർ മൂപ്പര് അലക്സാണ്ടറിൻ്റെ പിന്നെ യുദ്ധത്തിൻ്റെ പടത്തലവൻ എന്ന രീതിയിലൊക്കെ വരുന്നതാണ്. അലക്സാണ്ടറിൻ്റെ മരണത്തിന് ശേഷമാണ് സെലൂക്കസ് നിക്കേറ്റർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഭരണത്തിലേക്ക് വരുന്നത്. അപ്പോൾ സെലൂക്കസ് നിക്കേറ്ററിനെ ആര് തോൽപ്പിക്കുന്നു? ചന്ദ്രഗുപ്ത മൗര്യൻ തോൽപ്പിക്കുന്നു. അപ്പോൾ തോറ്റതിന് ശേഷം അപ്പോൾ പലതരത്തിലുള്ള കരാറിലും ഏർപ്പെടും. അപ്പോൾ അതുപോലെ ഇവിടെ ചെയ്തത് സെലൂക്കസ് നിക്കേറ്ററിൻ്റെ മകളാണ് ഹെലീന. ഈ ഹെലീനയെ അലക്സാണ്ടറെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിച്ചു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അലയൻസ് ഇവിടെ രൂപപ്പെട്ടു. സെലൂക്കസ് നിക്കേറ്റർ അലക്സാണ്ടറിൻ്റെ ഒരു വാർ ലീഡറാണ്. ചന്ദ്രഗുപ്ത മൗര്യനെ ആയുള്ള വാറിന് ശേഷം ചന്ദ്രഗുപ്ത മൗര്യൻ വിജയിക്കുന്നു, സെലൂക്കസ് നിക്കേറ്റർ തോൽക്കുന്നു. ഈ യുദ്ധത്തിലൊക്കെ കൗടില്യൻ്റെ ഒരുപാട് ബുദ്ധി വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം സെലൂക്കസ് നിക്കേറ്റർ തൻ്റെ മകളായിട്ടുള്ള ഹെലേനയെ അലക്സാണ്ടറുമായിട്ട് വിവാഹം ചെയ്യിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് യുദ്ധവും മറ്റും ഒക്കെ നടക്കുകയാണ്. അപ്പോൾ മഗധയെ സംബന്ധിച്ചിട്ട് അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ക്ഷാമം നേരിടുകയാണ് ആ സമയത്ത്. അതായത് മഗധ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലാണ്, ബീഹാർ ബംഗാൾ ഒരു ഏരിയയിൽ. ഈ സെലൂക്കസ് നിക്കേറ്ററുമായിട്ടുള്ള യുദ്ധവും മറ്റുമൊക്കെ കാരണം വലിയ രീതിയിലുള്ള ക്ഷാമം നേരിടുകയാണ്. അതായത് അവിടെ ധാന്യങ്ങളൊന്നും കിട്ടാതെയായി. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടി ഭാഗമായിട്ടാണ് ചന്ദ്രഗുപ്ത മൗര്യൻ ജൈനിസം സ്വീകരിക്കുന്നത്. ജൈനിസം എന്ന് പറയുന്നത് ഏറ്റവും മിതമായിട്ട് ജീവിക്കുന്ന ഒരു മതമായിട്ടാണ് രൂപപ്പെടുന്നത്, അസെറ്റിസം എന്നൊക്കെ പറയുന്ന രീതിയിൽ. അപ്പോൾ ഈ റിസോഴ്സസ് ക്രഞ്ച് അതുപോലെ തന്നെ ജൈനിസം സ്വീകരിക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചന്ദ്രഗുപ്ത മൗര്യൻ ഈ ക്ഷാമത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ മഗധയിൽ നിന്ന് നേരെ താഴെ കർണാടകയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു, തൻ്റെ കുറച്ച് ആളുകളെയും കൂടെ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ ജൈനിസത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വയം മരണപ്പെടുന്നത്, അതിനെയാണ് സല്ലേഖാന എന്ന് പറയുന്നത്. സല്ലേഖാന ചെയ്യുകയും ഇവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്യുക. അപ്പം അങ്ങനെയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ കർണാടകയിൽ വെച്ചിട്ട് സല്ലേഖാന ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ വേറൊരു പുതിയൊരു ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു ഗ്രെയിൻസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കോസ്തുകാര എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റ് ചന്ദ്രഗുപ്ത മൗര്യൻ പുതുതായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. കോസ്തുകാര ഡിപ്പാർട്ട്മെൻറ്റ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഗ്രെയിൻസിൻ്റെ കളക്ഷനുമായി ബന്ധപ്പെട്ടത്. ഇത് പറയുന്നത് സോഗ്വാര കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷനിലാണ്. അങ്ങനെ ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം രണ്ടാമത് വരുന്ന റൂളറാണ് ബിന്ദുസാര. ഇവിടെയാണ് ഈ കൺഫ്യൂഷൻ വരുന്നത്. ബിന്ദുസാരയാണ്. ഹര്യങ്ക ഡൈനാസ്റ്റിൻ്റെ ഫൗണ്ടറായിട്ട് പറഞ്ഞത് ബിംബിസാരിയാണ്, BIMBI, ബിംബിസാര. ഇവിടെ പറയുന്നത് ബിന്ദുസാരിയാണ്. ഇത് ഓർമ്മിക്കാനായിട്ട് ഞാൻ ഓർമ്മിക്കുന്നത് മൗര്യനെ മകനാണെങ്കിലും മകളായിട്ട് വളർത്താനായിരുന്നു ആഗ്രഹം. ഒരു ബിന്ദു പണിക്കർ പോലെയുള്ള ഒരു ഷേപ്പ്, കുറച്ച് തടിച്ചിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബിന്ദുസാര എന്ന് പേരിട്ടു. ബിന്ദു എന്നാണ് വിളിക്കുക. മകളായിട്ട് വളർത്താനായിരുന്നു ആഗ്രഹം, അതുകൊണ്ട് ബിന്ദു എന്ന് വിളിച്ചു. ശരിക്കും പേര് ബിന്ദുസാര. രണ്ടാമത്തെ റൂളറാണ് ബിന്ദുസാര. അപ്പോൾ ആ സമയത്ത് ഗ്രീക്സുമായിട്ട് നല്ല ബന്ധത്തിലാണ്. ഇപ്പോൾ സെലൂക്കസ് നിക്കേറ്റർ പറഞ്ഞു. അപ്പോൾ ഈ
ബിന്ദുസാരനെ ഗ്രീക്സ് വിളിച്ചിരുന്നൊരു പേരാണ് അമിത്രോകേറ്റ്സ് എന്ന് പറയുന്നത്. അവരുടെ ഗ്രീക്ക് പുസ്തകങ്ങളിൽ ഈ റൂളർക്ക് നമ്മളുടെ ഈ ബിന്ദുസാരക്കുള്ള പേര് എന്ന് പറയുന്നത് അമിത്രോകേറ്റസ് ആണ്. അതായത് നമ്മളെ ജലം റിവറിന് അവർ ഹൈഡസ്പസ് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ആ യുദ്ധത്തിന് അലക്സാണ്ട്രോയിലെ യുദ്ധത്തിന് പോറസോയിലെ യുദ്ധത്തിന് ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസ് ആണ്. അപ്പോൾ അതുപോലത്തെ ജലം റിവറിനെ ഹൈഡാസ്പസ് എന്ന് വിളിച്ചതുപോലെ ബിന്ദുസാരിയെ ഗ്രീക്സ് വിളിച്ചത് അമിത്രോകേറ്റ്സ് എന്നാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ ജൈനിസമാണ് സ്വീകരിച്ചത്. ബിന്ദുസാര അജീവികാസാണ് സ്വീകരിച്ചത്. അജീവികാസ് എന്ന് പറഞ്ഞതിൽ നമ്മളെ ജൈൻ തീർത്ഥങ്കരനായിട്ടുള്ള മഹാവീരൻ്റെ കൂടെ തന്നെ വീട് വിട്ടിറങ്ങുകയും ചെയ്ത മക്കാലി ഗോസല പിന്നീട് രൂപം കൊടുത്ത മതമാണ് അജീവികാസ്. അപ്പോൾ ഈ അജീവിക മതം സ്വീകരിച്ച പ്രധാനപ്പെട്ട ഒരാളാണ് ബിന്ദുസാര. ബിന്ദുസാരൻ്റെ മകനാണ് അശോക. അപ്പോൾ ഇവിടെ ഒരു ഓർഡർ പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മൗര്യൻ ജൈനിസം സ്വീകരിച്ചു, ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മകൻ ബിന്ദുസാര അജീവിക സ്വീകരിച്ചു. ബിന്ദുസാരൻ്റെ മകനായിട്ടുള്ള അശോകയാണ് ഏറ്റവും വലിയ ബുദ്ധിസ്റ്റ്, ബുദ്ധിസത്തെ ഏറ്റവും കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത ആളാണ് അശോകൻ. അപ്പോൾ ഒരു ബുദ്ധിസ്റ്റാണ്. അപ്പോൾ മൂന്ന് മതമാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ ജൈനിസ് ആണെങ്കിൽ മകൻ ബിന്ദുസാര അജീവിക സെക്റ്റ്, അശോകൻ ബുദ്ധിസം. അപ്പോൾ ബിന്ദുസാരൻ്റെ കാലഘട്ടത്തിലാണ് ഒരു ഗ്രീക്ക് ട്രാവലറായിട്ടുള്ള ഡെമാക്കോസ്, അപ്പോൾ ഈ പേര് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടായിരുന്നു, ഡെയ്മാക്കോസ്, ഗ്രീക്ക് ട്രാവലറായിട്ടുള്ള ഡെയ്മാക്കസ് ആരുടെ കോർട്ടായിരുന്നു സന്ദർശിച്ചത്? ബിന്ദുസാര, ഗ്രീക്ക് ഡെയ്മാക്കോസ്. അപ്പോൾ മെഗസ്തനീസ് ചന്ദ്രഗുപ്ത മൗര്യൻ, അദ്ദേഹമാണ് ഇന്ത്യക്ക എന്ന് പറയുന്ന പുസ്തകം എഴുതുന്നത്. ഡെയ്മക്കോസ് ബിന്ദുസാര. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെഗസ്തനീസ് ചന്ദ്രഗുപ്ത മൗര്യൻ, ഡെയ്മക്കോസ് ബിന്ദുസാര. അപ്പോൾ MMDB, മെഗസ്തനീസ് മൗര്യൻ, ചന്ദ്രഗുപ്ത മൗര്യൻ, ഡെയ്മക്കോസ് ബിന്ദുസാര. അടുത്ത മൂന്നാമത്തെ പ്രധാനപ്പെട്ട റൂളറായിട്ട് പറയുന്നതാണ് അശോക. അശോകൻ്റെ കാര്യം പറയുമ്പോൾ മഗധ ഇവിടെയാണെങ്കിൽ നമ്മൾ മഹാജനപഥം പറയുമ്പോൾ ഇവിടെ ഗാന്ധാരിയും അതിനുശേഷം കംബോജിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ടെണ്ണം. ഇതിൽ ഈ ഗാന്ധാരൻ്റെ ക്യാപിറ്റലാണ് തക്ഷശില എന്ന് പറയുന്നത്. ഈ തക്ഷശിലയിലെ പ്രശ്നങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് അശോകൻ ഒരു പ്രിൻസ് ആയിരുന്ന സമയത്ത് തക്ഷശിലയിലേക്ക് പറഞ്ഞയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് അശോകയുടെ ബ്രദർ, അതായത് എൽഡർ ബ്രദറാണ് സുഷിമ, ഈ സുഷിമയെ തക്ഷശിലയിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ ആ ഒരു സമയത്ത് അശോകൻ ഇപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യന് കൗഡില്യനെ പോലെ തന്നെ രാധാഗുപ്ത എന്ന് പറയുന്ന ഒരു ആളുടെ സഹായത്തോട് കൂടിയിട്ട്, അതായത് ചന്ദ്രഗുപ്ത മൗര്യനെ അധികാരത്തിൽ ആക്കാൻ സഹായിച്ചതാണ് വിഷ്ണുഗുപ്ത, അതായത് കൗഡില്യൻ. അതുപോലെ തന്നെ അശോകയെ ഭരണത്തിലെത്തിക്കാൻ സഹായിച്ചതാണ് ഈ രാധാഗുപ്ത. ഈ രാധാഗുപ്തയുടെ സഹായത്തോട് കൂടിയിട്ട് അശോകൻ തൻ്റെ 99 സഹോദരന്മാരെയും കൊന്നിട്ട് അധികാരത്തിലെത്തുന്നു, മഗധയുടെ അധികാരത്തിലെത്തുന്നു. അന്നേരം സുഷിമ തക്ഷശിലയിലാണ്. അപ്പോൾ എല്ലാവരെയും അടക്കം ഈ 99 ബ്രദേഴ്സിനെ അടക്കം വധിച്ചുകൊണ്ടാണ് അധികാരത്തിലെത്തുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഇത് ഒരു എക്സാജറേറ്റ് ചെയ്ത ഫിഗറാണ്, കാരണം മൂപ്പർ അത്രയും ക്രൂരനായിരുന്നു. കാരണം പിന്നീട് ഏറ്റവും വലിയ ധമ്മഘോഷ, അതായത് ഏറ്റവും സമാധാനത്തിൻ്റെ വക്താവായിട്ട് കണക്കാക്കുന്ന ആളാണ് അശോകൻ പിന്നീട്. പക്ഷേ അതിന് മുന്നേ അത്രയും ക്രൂരനായിരുന്നു എന്ന് കാണിക്കാൻ സിംബോളിക്കായിട്ട് പറയുന്നതാണ് ഈ 99 ബ്രദേഴ്സിനെ കൊന്നു എന്നുള്ള കഥ. ശരിക്കും 7 ബ്രദേഴ്സായിട്ട് പോലും ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ അശോകൻ തുടക്കകാലത്ത് ഭയങ്കര ക്രൂരനായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ രാധാഗുപ്തയുടെ നേതൃത്വത്തിൽ സഹായത്തോട് കൂടിയിട്ട് അശോകൻ മറ്റുള്ള സുഷിമയാണ് ശരിക്ക് എൽഡർ ബ്രദർ, അയാളാണ് ശരിക്ക് രാജാവാവേണ്ടത്. അതിന് പകരം ത്രോണിലേക്ക് അധികാരം കൈപ്പറ്റി. അപ്പോൾ ഇങ്ങനെ അധികാരത്തിൽ വന്ന ശേഷം 12 വർഷമാണ് അധികാരത്തിൽ വന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അശോകയുടെ ഹിസ്റ്ററിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കലിംഗ വാർ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്ക് അശോകക്ക് തൊട്ട് മുമ്പ് ഇന്ത്യയുടെ സബ് കോണ്ടിനെൻറ്റിൻ്റെ ഈ ഒരു പ്രധാനപ്പെട്ട മുഴുവൻ ഭാഗവും മൗര്യ സാമ്രാജ്യത്തിൻ്റെ കീഴിലായി. ഈ ഭാഗം മുഴുവൻ മൗര്യ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു, പെനിൻസുലാർ ഇന്ത്യ മുഴുവൻ. അപ്പോൾ ആകെ മിസ്സിങ് ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ കലിംഗേൻ്റെ ഈ ഒരു ഭാഗം. കലിംഗ എന്ന് പറയുന്നത് നമ്മൾ ഒറീസേൻ്റെ ഭാഗം. ഈ ഒറീസയുടെ ഒരു ഭാഗം ഒഴികെ ബാക്കി ഇന്ത്യയിലെ എല്ലാ ഏരിയയും ഏകദേശം മൗര്യ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ ഇതുകൂടി കോൺക്വസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം.
അശോകൻ്റെ. അപ്പോൾ അങ്ങനെ 261 BC-യിൽ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. കൊറോണേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പട്ടാഭിഷേകം എന്നൊക്കെ പറയുന്നത് പോലെ, അതായത് അധികാരം ഏറ്റെടുക്കുന്നതിന് ശേഷം 8 വർഷത്തിന് ശേഷമാണ് ഈ കലിംഗ വാർ നടക്കുന്നത്. കലിംഗ എന്ന് പറഞ്ഞാൽ ഒഡീഷേൻ്റെ ഭാഗം. 261 BC, കൊല്ലം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. 261 BC-യിൽ കലിംഗ വാർ നടക്കുകയെന്ന് ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ ആ കലിംഗ വാറിൽ മരണപ്പെടുകയും. അപ്പോൾ ഇതിന് ശേഷം, അതായത് കലിംഗ വാറിൽ ഇത്രയും ആളുകൾ മരണപ്പെട്ടത് കണ്ട് മനസ്സലിഞ്ഞിട്ടാണെന്നാണ് പറയുന്നത്, മൂപ്പര് ബുദ്ധിസം സ്വീകരിക്കുക. അപ്പോൾ വാറിന് ശേഷമാണെന്നും പറയുന്നുണ്ട്, വാറിന് മുന്നേ ബുദ്ധിസം സ്വീകരിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഡീറ്റെയിൽസൊക്കെ വരുന്നത് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിൽ നിന്ന്. അപ്പോൾ ബുദ്ധിസ്റ്റുകളെ സംബന്ധിച്ചിട്ട് അശോകൻ വളരെ നല്ലൊരാളാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ കഥയിലൊക്കെ മൂപ്പര് പണ്ട് ക്രൂരനായിരുന്നു എന്നും ബുദ്ധിസത്തിന് ശേഷം നല്ല ആളായിരുന്നു എന്നുള്ള രീതിയിലായിരിക്കും കഥ വരുന്നത്. അപ്പോൾ എന്തായിക്കോട്ടെ, ബുദ്ധിസം സ്വീകരിച്ചു. കലിംഗ വാർ ഒരുപാട് ആളുകൾ, 5 ലക്ഷത്തിലധികം ആളുകൾ മരിച്ചു. 261 BC-യിലാണ് കലിംഗ വാർ നടന്നത്. കൊറോണേഷന് ശേഷം 8 വർഷത്തിന് ശേഷമാണ് മൂപ്പര് കലിംഗ വാർ നടത്തുന്നത്. സുഷിമയാണ് എൽഡർ ബ്രദർ. 99 ബ്രദേഴ്സിനെ വധിച്ചു. ആരുടെ സഹായത്തോടെ ആയിരുന്നു വെച്ചാൽ രാധാഗുപ്ത. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. രാധാഗുപ്ത, ചന്ദ്രഗുപ്ത മൗര്യന് കൗടില്യം പോലെ രാധാഗുപ്തയുടെ ഹെൽപ്പോട് കൂടിയിട്ട് ആണ് കൊറോണേഷൻ നടത്തുന്നത്. അപ്പോൾ പിന്നെ ഈ ബുദ്ധിസം സ്വീകരിച്ച ശേഷം വലിയൊരു സാമ്രാജ്യം, ഈ ഇറാൻ മൗര്യൻ സാമ്രാജ്യം വളരെ വലുതായി. അപ്പോൾ ഇതിനെ ഇനി വീണ്ടും പുറത്തുനിന്നുള്ള ആളുകൾ അറ്റാക്ക് ചെയ്ത് നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മൂപ്പര് ബുദ്ധിപരമായിട്ട് എന്ത് ചെയ്തു, ഈ സാധാരണ ഇതുവരെ ഉള്ളതിനെ ഈ ബെരിഘോഷ എന്നാണ് വിളിക്കുക. അതായത് ഫിസിക്കൽ കോൺക്വസ്റ്റ്, ഒരു രാജാവും മറ്റൊരു രാജ്യം ഫിസിക്കലി യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കുക. അപ്പോൾ അതിന് പകരം മൂപ്പര് കണ്ടുപിടിച്ചൊരു സംഭവമാണ് ധമ്മഘോഷ. ഈ ധമ്മ എന്ന് പറയുന്നത് നമ്മൾ ഈ ത്രിരത്നാസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബുദ്ധ ധമ്മ സംഘ എന്നുള്ളതിൽ. ആ ധമ്മഘോഷ എന്ന് പറയുന്ന ഒരു പുതിയൊരു സംഭവം മൂപ്പര് തുടങ്ങിയത്. അതായത് കൾച്ചറൽ കോൺക്വസ്റ്റ്, അതായത് ആക്രമിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തുന്നതിന് പകരം കൾച്ചറൽ കോൺക്വസ്റ്റിലേക്കൂടെ. അപ്പോൾ ബേസിക്കലി എന്താണ്, മൂപ്പരുടെ ഈ സാമ്രാജ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഐഡിയയാണ് ധമ്മഘോഷ. എന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇത് പരിശോധിക്കാനുള്ള ആളുകളെയും മൂപ്പര് അപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, കലിംഗ വാർ ഡേറ്റ് 261 BC, 8 years ആഫ്റ്റർ കൊറോണേഷൻ. അപ്പോൾ ഈ ബെരിഘോഷ എന്ന് പറയുന്ന ഫിസിക്കൽ കോൺക്വസ്റ്റിനെ കൾച്ചറൽ കോൺക്വസ്റ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഈ അശോകൻ്റെ പ്രധാനപ്പെട്ട പ്രൊക്ലമേഷൻസ്, അതായത് മൂപ്പരുടെ ഈ ഓരോ ഗവൺമെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത് പോലെ മൂപ്പരെ കുറേ കാര്യങ്ങൾ പറയുമല്ലോ. അപ്പോൾ അതൊക്കെ രേഖപ്പെടുത്തുന്നത് ഇത്തരത്തിൽ ഇങ്ങനെ ഈ റോക്സിൻ്റെ, അതായത് പാറയിലൊക്കെ ഇങ്ങനെ എഴുതി വെക്കുക ചെയ്യുക. അപ്പോൾ അതിനെയാണ് ഈ എഡിക്ട്സ് എന്ന് പറയുന്നത്. ശാസനകൾ, അതായത് ഓരോ രാജാക്കന്മാരും അവരുടെ പ്രജകൾക്ക് ശാസനകൾ കൊടുക്കുമല്ലോ. അപ്പോൾ ആ ശാസനകളൊക്കെ എഴുതി വെക്കുന്നതാണ് ഈ എഡിക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അശോകൻ എഡിക്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴും നിലനിൽക്കുന്ന ഒരുപാട് എഡിക്ട്സ്, അതായത് ഇപ്പോഴും പിന്നെ നശിക്കാതെ പോകുന്നത്. അതായത് ഇത് എത്രയോ വർഷം മുമ്പാണ്, BC 300-ലൊക്കെയല്ല ഇത് നടക്കുന്നത്, BC 200 സംതിങ്ങിലല്ല. അപ്പോൾ ആ 3rd century BC-യിലുള്ള പല റോക്ക് എഡിക്ട്സ്, അതുപോലെ പില്ലർ എഡിക്ട്സ് ഒക്കെ ഇപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 2 എന്നാണുള്ളത്, ഒന്ന് റോക്കിലും പിന്നെ അതുപോലെ തന്നെ തുരുമ്പിക്കാത്ത രീതിയിലുള്ള ഒരു പില്ലർ. ഇതിലുമാണ് 2 എണ്ണത്തിലാണ്, റോക്കിലും പില്ലറിലാണ് പ്രധാനമായിട്ട് ഇത്തരത്തിൽ എഡിക്ട്സ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ റോക്ക്, രണ്ടാമത്തെ പില്ലർ. ഈ റോക്കിനെ തന്നെ 2ആയി തിരിക്കുന്നുണ്ട്, മേജർ റോക്ക് എഡിക്ട്സ്, മൈനർ റോക്ക് എഡിക്ട്സ്. അപ്പോൾ ഇത് നശിക്കാതെ ഉണ്ടെങ്കിലും നമുക്ക് വായിക്കുന്ന രീതിയിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നത് 1837, അതായത് ഇപ്പോൾ അടുത്ത കാലത്ത് 1837 ജെയിംസ് പ്രിൻസെപ്പ് എന്ന് പറയുന്ന ഒരു ആർക്കിയോളജിസ്റ്റ് ഇതിലെ എഴുത്തുകുത്തുകൾ ഡിസിഫർ ചെയ്യുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ ഡിസിഫർ ചെയ്യുന്നത് ജെയിംസ് പ്രിൻസെപ്പാണ്. അത് 1837. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴാണ് മനസ്സിലായത് ഈ റോക്ക് എഡിക്ട്സ്, മേജർ റോക്ക് എഡിക്ട്സ് 14 എഡിക്ട്സ് ആണ് ഒന്നിലുണ്ടാവുക. അതുപോലെ മൈനർ ആണെങ്കിൽ 15 എഡിക്ട്സ്. അപ്പോൾ ഇത് ആദ്യം എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായത്, ഇത് 14 സ്ഥലത്താണോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് സ്ഥലത്തിൻ്റെ എണ്ണമല്ല, ഈ കുറേ സ്ഥലത്ത്. ഇപ്പോൾ ഇതൊക്കെ ഇതിൽ പറയുന്നത് ഇത് മേജർ റോക്ക് എഡിക്ട്സ്, ഈ ചതുരമുള്ളത് മേജർ, ഇവിടെയൊക്കെ മേജർ റോക്ക് എഡിക്ട്സ് ഉണ്ട്. അപ്പോൾ ഇതിലെ ആദ്യത്തെ ഒരുപാട് വരികളൊക്കെ സെയിം ആയിരിക്കും, ചിലപ്പോൾ അവസാനത്തെ വരികളിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഓരോ വരിയും എന്താണെന്നുള്ളതൊക്കെ അടുത്ത് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഈ റോക്ക് എഡിക്ട്സും ഉണ്ട്, പില്ലർ റോക്ക് എഡിക്ട്സും ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. മേജർ റോക്ക് എഡിക്ട്സ്, ഇതിൽ 14 മേജർ റോക്ക് എഡിക്ട്സ് ആണ് ഉള്ളത്, അതായത് 14 ശാസനകൾ. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചിലപ്പം മൃഗബലിക്ക് പറ്റിയിട്ടായിരിക്കും, രണ്ടാമത്തെ ചിലപ്പം വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, ഇതുപോലെ രാജാവിൻ്റെ ശാസനകൾ.
അതിൽ ചിലപ്പം ബ്രാഹ്മണർക്ക് നല്ലത് ചെയ്യണം, ബുദ്ധിസ്റ്റുകൾക്ക് മറ്റേ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. 14 എണ്ണം, 14 സ്ഥലത്ത് നിന്നല്ല 14 എണ്ണം. ഇത് ഏകദേശം പറയുന്ന 10 നോൺ ലൊക്കേഷൻസിൽ മേജർ റോക്ക് എഡിക്ട്സ് ഉണ്ട് എന്ന് പറയുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊക്കെ ഭാഷയിലാണെന്നുള്ളത്. ഇപ്പോൾ ഇവിടെയുള്ള ഭാഷയും വ്യത്യാസമായിരിക്കും, ഇവിടെയുള്ള ആളുകൾ. അപ്പോൾ അതിന് കണക്കായിട്ട് പല ഭാഷയിലും ഇത് എഴുതപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടും 3 ലാംഗ്വേജിലും 4 സ്ക്രിപ്റ്റിലുമാണ് ഇത് എഴുതിയിട്ടുള്ളത്. സ്ക്രിപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇപ്പം ഹാപ്പി ബർത്ത്ഡേ എന്ന് നമ്മൾ മലയാളത്തിൽ എഴുതിയാൽ ഇത് ഹാപ്പി ബർത്ത്ഡേ എന്ന് നമ്മൾ മലയാളത്തിൽ എഴുതുന്നു, ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഇതെന്താണ്, ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ഈ പറയുന്നത് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത്. നമ്മൾ ജന്മദിനാശംസ എന്ന് പറയുന്നത് പോലെ ഹാപ്പി ബർത്ത്ഡേ ഇംഗ്ലീഷ് ലാംഗ്വേജാണ്, പക്ഷേ ഈ സ്ക്രിപ്റ്റ് മലയാളമാണ്. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് 3 ലാംഗ്വേജും 4 സ്ക്രിപ്റ്റിലുമാണ് മേജർ റോക്ക് എഡിക്ട്സ് ഉള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും ആ സമയത്തെ കോമൺ മാൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പാലി അഥവാ പ്രാകൃത്. അപ്പോൾ ഇതിൽ പ്രാകൃത ലാംഗ്വേജാണ് മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ടെക്സ്റ്റ് എന്ന് പറയുന്നത്, സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ബ്രഹ്മി അഥവാ ഖരോഷ്ടി. ഈ ഖരോഷ്ടി എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഇറാനിയൻസ്. അപ്പോൾ ഇത് അതിൻ്റെ ലിസ്റ്റ് ഇനി താഴെ വരുന്നുണ്ട്, റോക്ക് എഡിക്ട്സ് ഏതെല്ലാം എന്നുള്ളത്. പിന്നെ അടുത്ത ഒരു ലാംഗ്വേജ് മെയിനായിട്ട് യൂസ് ചെയ്ത് ഗ്രീക്ക് ലാംഗ്വേജ്, ഇങ്ങ് ഒരുപാട് ദൂരെ ഈ ഭാഗത്തൊക്കെ വരുന്നത് ഗ്രീക്ക് ലാംഗ്വേജ്. പിന്നെ അതേപോലെ അറാമിക് സ്ക്രിപ്റ്റ്. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ദേവനാമി പ്രിയദർശി എന്നാണ് കുറേ സ്ക്രിപ്റ്റിൻ്റെ അകത്തുള്ളത്. ഇത് ആരാന്നുള്ളത് വളരെ പിന്നീടാണ് ഇത് അശോകയാണെന്ന് തിരിച്ചറിയപ്പെടുന്നത്. അപ്പോൾ ഈ ദേവനാമി പ്രിയദർശി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ദേവനാമി പ്രിയദർശി, അതായത് ദേവോൻക പ്രിയ, ബിലൗഡ് ഓഫ് ഗോഡ്സ്. അപ്പോൾ അശോകൻ സ്വയം വിളിക്കുന്നത് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ആൾ എന്നുള്ളതാണ്. ബിലൗഡ് ഓഫ് ഗോഡ്സ് എന്നാണ് അശോകനെ വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും, റോക്ക് എഡിക്റ്റിൽ എഴുതിയിട്ടുണ്ടാകുന്ന അശോക ദേവനാമി പ്രിയദർശി. അപ്പോൾ ഇനി ഇങ്ങനെ എവിടെയും കണ്ടു കഴിഞ്ഞാൽ അത് അശോകനെ പറ്റിയിട്ടാണെന്ന് പിന്നീട് ഡെസിഫർ ചെയ്തെടുക്കുകയും. അപ്പോൾ നേരത്തെ പറഞ്ഞു 14 മേജർ റോക്ക് എഡിക്ട്സ് ഉണ്ട്, അതായത് 14 ശാസനകളാണ് അശോകൻ മേജർ റോക്ക് എഡിക്ട്സ് ആയിട്ട് കൊടുത്തത്. അപ്പോൾ ഏകദേശം ഇത് കൺഫ്യൂഷൻ ആകുമ്പോൾ ഇത് 14 സ്ഥലത്ത് എന്നല്ല, ഒരു കല്ലത്തിൽ തന്നെ 14 എണ്ണം ഉണ്ടാവും. ഇതിപ്പോൾ എല്ലാ റോക്ക് എഡിക്റ്റിലും ആദ്യത്തെ ഒരുപാട് ഭാഗം സെയിം ആയിരിക്കും, ചില സാധനങ്ങൾ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ 14 ശാസനകളാണുള്ളത്. അത് ഏകദേശം ഇപ്പോൾ പറയുന്നത് 10, കണ്ടെത്തിയത് 10 സ്ഥലത്തായിട്ടാണ് കണ്ടെത്തിയെന്ന് പറയുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ആദ്യം കാണ്ഡഹാർ എന്ന് പറയുന്നത് ഇവിടെ പാകിസ്ഥാനും കഴിഞ്ഞ് ഈ അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്ത് വരുന്നതാണ്. നമ്മളെ പിന്നെ ആ ഒരു വിമാനം റാഞ്ചിപ്പോയ കേസൊക്കെ ഉണ്ടല്ലോ, കാണ്ഡഹാർ ഗ്രീക്ക് ഇൻസ്ക്രിപ്ഷൻ പോർഷൻ ഓഫ് റോക്ക് എഡിക്ട്സ് 12 and 30 ഇൻ ഗ്രീക്ക്. അതായത് 14 എണ്ണത്തിൽ 12ാമത്തതും 13ാമത്തതും എന്താണ്, ഗ്രീക്ക് ഭാഷയിലാണെന്ന് പറയുന്നത്. കാണ്ഡഹാറിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ബൈലിംഗൽ, അതായത് ഒരേ റോക്കിൽ തന്നെ ഇത് പല കാലത്തായിട്ട് എഴുതുന്നതായിരിക്കുമല്ല, ഒന്നാമത് എഴുതുന്നത് അവസാനം ഒരുമിച്ച് എഴുതണം നിർബന്ധമില്ല. അപ്പോൾ 2 ഭാഷകളിൽ ഈ റോക്ക് ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്. SSCൻ്റെ എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ബൈലിംഗ്വൽ റോക്ക് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് കാണ്ഡഹാറാണ്. അത് 2 ഭാഷയിൽ, ഗ്രീക്കിലും ഉണ്ട് അറാമിക്കിലും ഉണ്ട്. ഗ്രീക്ക് ഭാഷയിലും അറാമിക് ഭാഷയിലും, അങ്ങനെ 2 ഭാഷകളിൽ ബൈലിംഗ്വൽ ആയിട്ടുള്ള ഒരു റോക്ക് ഇൻസ്ക്രിപ്ഷൻ കാണപ്പെടുന്നത് കാണ്ഡഹാറിലാണ്. കാണ്ഡഹാർ എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലെ സ്ഥലമാണ്. രണ്ടാമത്തത് ഷഹബാസ് ഗിരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഖൈബർ ചുരം എന്ന് പറയുന്നത് പാകിസ്ഥാനിലുള്ള ഖൈബർ പക്ത്വാൻഖ എന്ന് പറഞ്ഞത് പാകിസ്ഥാനിലുള്ള സ്ഥലമാണ്. ഇത് ഖരോഷ്ടി സ്ക്രിപ്റ്റിലാണ്. അപ്പോൾ ബേസിക്കലി ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ഖരോഷ്ടി സ്ക്രിപ്റ്റ് ഒന്നും ഇന്ത്യയുടെ ഈ ഒരു ഏരിയയിലുള്ളതല്ല. അപ്പോൾ അത് എവിടെയാണ്, ഈ പാകിസ്ഥാൻ്റെ ഏരിയയിൽ വരുന്നതാണ് ഖരോഷ്ടി സ്ക്രിപ്റ്റ്. അപ്പോൾ അത് ഷഹബാസ് ഗിരി, ഒരു മുസ്ലിം പേര് ഓർമ്മിക്കാമല്ലോ. ഷഹബാസ് ഗിരി എന്ന് പറയുന്നത് ഖൈബർ പഖ്തുൻഖ്വ, പാകിസ്ഥാൻ. അടുത്തതാണ് മൻസേറ റോക്ക് എഡിക്ട്സ്. മൻസേറ എന്ന് പറയുന്നത് ഖൈബർ പഖ്തുൻഖ്വ പ്രൊവിൻസ്, അതും ഖരോഷ്ടിയിലുള്ളത്. അപ്പോൾ ഏകദേശം ഈ പാകിസ്ഥാനിൽ വരുന്നതൊക്കെ എന്താണ്, ഖരോഷ്ടി സ്ക്രിപ്റ്റാണ്. അടുത്ത 4ാമത്തെ ഖൽസി എന്ന് പറയുന്നത് ഡെറാഡൂൺ, അതായത് ഉത്തരാഖണ്ഡിൻ്റെ ഭാഗത്ത് വരുന്നതാണ് ഖൽസി. പിന്നെ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അശോകാസ് മേജർ റോക്ക് എഡിക്റ്റ് വരുന്നതാണ് ഈ ഗിർനാർ എന്ന് പറയുന്നത് ഒരു മലനിരയാണ്. ഗിർനാർ മലകളിൽ ജുനഗഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് വരിക. അത് ഒന്നിക്കൽ ജുനഗഡ് എന്നും ഉണ്ടാവും, അത് ക്വസ്റ്റ്യനിൽ 2 പേര് ഉപയോഗിക്കും. ജുനഗഡ് റോക്ക് ഇൻസ്ക്രിപ്ഷൻ എന്നും ഉണ്ടാവും, അതുപോലെ തന്നെ ഗിർനാർ റോക്ക് ഇൻസ്ക്രിപ്ഷൻ എന്നും ഉണ്ടാവും. ഇത് രണ്ടും ഉള്ളത് ഗുജറാത്തിലാണ്. ഗിർനർ, ജുനഗഡ് ഗുജറാത്തിൽ, ഇത് രണ്ടിൻ്റെയും സ്ഥലം ഗുജറാത്താണ്. അടുത്തത് സൊപ്പാര എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലെ താനെ. താനെ നമ്മൾ മറ്റേ
ആദ്യമായിട്ട് ട്രെയിൻ ഓടിയ സ്ഥലം പഠിക്കുന്നുണ്ട്, താനെ എന്ന് പറയുന്നത്. അപ്പോൾ മഹാരാഷ്ട്രയിലെ താനെയിലാണ് സൊപ്പാര. ഫ്രാഗ്മെൻറ്റ്സ് റോക്കഡിക്സ് 8 and 9. അടുത്ത് ധൗലി എന്ന് പറഞ്ഞാൽ ഒറീസേൻ്റെ ക്യാപിറ്റൽ ഭുവനേശ്വറിൽ കാണപ്പെടുന്നത് ധൗളി. ഇൻക്ലൂഡ്സ് കലിംഗ ഐഡിസ് കാണപ്പെടുന്നത് എവിടെയാണ്? ധൗളിയിൽ. കലിംഗ റോക്കഡിക്സ് കാണപ്പെടുന്നത് ധൗളിയിൽ. എക്സ്ക്ലൂഡ് എന്ന് പറഞ്ഞത്, അതായത് ഈ 14 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞു റോക്കഡിക്സ്. അപ്പോൾ എല്ലാത്തിലും എല്ലാ ശാസനകളും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഈ 11ഉം 13ഉം ഇതിൻ്റെ അകത്തില്ല. എക്സ്ക്ലൂഡ്സ് റോക്കഡിക്സ് 11, 13 പറയുന്നത് ഏതാണ്? കലിംഗ വാറുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അവർക്കെതിരെ നടത്തിയതിനെ പറ്റിയിട്ട് അവർക്ക് കലിംഗയിൽ ഒറീസയിൽ എഴുതണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവുമായിരിക്കും. അടുത്ത ജൗഗാഡ എന്ന് പറഞ്ഞാൽ ഗഞ്ചം ഡിസ്ട്രിക്ട് ഒറീസ, ഇതിലും 11ഉം 13ഉം എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് സന്നാട്ടി എന്ന് പറഞ്ഞാൽ കർണാടകയിലെ കൽബുർഗി. അപ്പോൾ കർണാടക എന്ന് പറയുമ്പോൾ എന്തായി? ഈ അറ്റം മുതൽ ഇവിടെ ഇപ്പം നമ്മൾ അഫ്ഗാനിസ്ഥാൻ മുതൽ കർണാടക വരെ ഈ പല സ്ഥലത്തായിട്ട് ഈ റോക്കഡിക്സ് ഉണ്ടായിരുന്നു അർത്ഥം. അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തുള്ളത് ഏതാണ്? കർണാടക. അപ്പോൾ അത് വെച്ചിട്ട് അത് ഓർമ്മിക്കുക. നമുക്ക് ഏറ്റവും അടുത്തുള്ളതാണ് സന്നാട്ടി. അപ്പോൾ ഓർമ്മിക്കുക, സന്നാട്ടി എന്ന് പറയുന്നത് കൽബുർഗി നമ്മളെ കർണാടകയിലെ കൽബുർഗിയിലാണ് സന്നാട്ടി. സെപ്പറേറ്റ് റോക്കഡിക്സ് 1 and 2. അപ്പോൾ ഇവിടെ പറഞ്ഞ ഫസ്റ്റ് 1ഉം 2ഉം വ്യത്യാസമുണ്ട്, സെപ്പറേറ്റ് ആണ്. ഫ്രാഗ്മെൻറ്റ് റോക്കഡിക്സ് 13 and 14. അടുത്തത് ആന്ധ്രയിലെ കുർണൂൽ ഡിസ്ട്രിക്റ്റിൽ യാറാഗുഡി ആന്ധ്രാപ്രദേശിലാണ്, സന്നാട്ടി കർണാടകയിലാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഇതുപോലെ നെറ്റിൽ നിന്നെടുത്തൊരു സൈറ്റാണ്, നെറ്റിൽ നിന്നെടുത്തൊരു ഫോട്ടോ ആണ്. ഏകദേശം സ്ഥലം ഓർമ്മിക്കാൻ: കാണ്ഡഹാർ, മൻസേര, ഷഹബാസ്ഗർ പാകിസ്ഥാനിൽ, പിന്നെ അതുപോലെ ഗിർനാർ ഗുജറാത്തിൽ, സോപ്പാറ മഹാരാഷ്ട്രയിൽ, സന്നാട്ടി കർണാടക, യാറാഗുഡു ആന്ധ്ര. അപ്പോൾ ഇത് ധൗളിയും ജുവാഗഡിയും ഇത് രണ്ടും കലിംഗ അഥവാ ഒറീസ. ഇവിടെ 11ഉം 13ഉം എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ 11 എന്താണ് 13 എന്താണെന്നുള്ളതൊക്കെ ഒരു അടുത്ത PDF വരുന്നുണ്ട്. അതായത് ഓരോ ശാസനയാണ് 11, 13 എന്നെല്ലാം പറയുന്നത്. അതായത് നേരത്തെ 1, 2 സെപ്പറേറ്റ്, 11, 13 എന്നൊക്കെ പറഞ്ഞത് ഈ സംഭവമാണ്. അതായത് മേജർ റോക്കഡിക്സിൻ്റെ 14 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അത് ഓരോ ശാസനയും എന്താണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ലൈൻ അഥവാ ഫസ്റ്റത്തെ ശാസന അത് പറയുന്നത് പ്രൊഹിബിറ്റ്സ് ആനിമൽ സ്ലോട്ടർ, അതായത് മൃഗങ്ങളെ സ്ലോട്ടർ ചെയ്യുന്നത് അവസാനിപ്പിക്കണം. അതുപോലെ ഈ ആനിമൽസിനെ കൊല്ലുന്ന തരത്തിലുള്ള പല ഫെസ്റ്റീവ് ഗ്യാതറിങ്സും ആ സമയത്ത് നിലവിലുണ്ട്, അത് നിരോധിച്ചു. ബാൻ ഫെസ്റ്റീവ് ഗ്യാതറിങ്സ് ആൻഡ് കില്ലിങ്സ് ഓഫ് ആനിമൽസ്. ഇത് ക്വസ്റ്റ്യനായിട്ട് ഇങ്ങനെയാണ് വരിക. ഒന്നുകിൽ ഈ ആനിമൽ സ്ലോട്ടർ പ്രൊഹിബിറ്റ് ചെയ്ത അശോകൻ മേജർ എഡിക്റ്റ് നമ്പർ ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ ആയാലും ഇപ്പോൾ ഒരു നോർത്ത് ഭാഗത്തൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ വിഷയം എന്നാൽ ആനിമൽ സ്ലോട്ടർ തന്നെയാണല്ലോ, പശുവിനെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട്, ഗോവധവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ. അപ്പോൾ ഞാൻ അതാണ് ഓർമ്മിച്ചത്. ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, മനുഷ്യരെ കൊന്നാലും പ്രശ്നമില്ല, ആനിമലിനെ കൊല്ലാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആനിമൽ സ്ലോട്ടർ, ആനിമൽ കില്ലിങ്സൊക്കെ ഫസ്റ്റ് മേജർ റോക്കഡിക്റ്റ് 1. അതിന് ശേഷമാണ് വരുന്നത് മാൻ ആൻഡ് ആനിമൽ, മെഡിക്കൽ കെയർ ഫോർ മാൻ. അപ്പോൾ ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ കിങ്ഡം സൈറ്റിലെ ചേര, ചോള, പാണ്ഡ്യ അതിനെപ്പറ്റി മെൻഷൻ ചെയ്ത അശോക റോക്കഡിക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ 2. നമ്മളെ കേരളപുത്ര എന്നൊക്കെ മെൻഷൻ ചെയ്യുന്നത് ഈ രണ്ടാമത്തെ മേജർ റോക്കഡിക്റ്റിലാണ്. അതായത് ആദ്യം ആനിമൽ സ്ലോട്ടർ ഫസ്റ്റ്, പിന്നെ മെഡിക്കൽ കെയർ ഫോർ മാൻ ആൻഡ് ആനിമൽസ്. സൗത്ത് ഇന്ത്യൻ കിങ്ഡംസ് ഇതിനെ പറ്റിയിട്ട് അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ചോള, പാണ്ഡ്യ. ഈ ചോള, പാണ്ഡ്യ എന്നൊക്കെ പറയുന്നത് സൗത്ത് ഇന്ത്യൻ കിങ്ഡംസ് ആണ്. അത് അടുത്ത സംഘം ഏജിനും ഒക്കെ ശേഷം വരുന്ന അടുത്തൊരു ടോപ്പിക്കിൽ ഇത് പറയും. ചോള ആരാണ്, ചേരാസ് ആരാണ്. നമ്മുടെ കേരളം ഉൾപ്പെടുന്ന ഭാഗത്തിൻ്റെ വളരെ ആൻഷ്യൻ്റ് ആയിട്ടുള്ള റൂളേഴ്സാണ് ചേര കിങ്ഡംസ്. പിന്നെ അതുപോലെ തന്നെ ആൻറ്റിയോക്കസ് 1 ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്ത മൂന്നാമത്തേന്ന് പറയുന്നത് ബ്രാഹ്മൺസിനോട് ജനറസ് ആയിട്ട് പെരുമാറണം. അപ്പോൾ 12 years of Ashoka's coronation. It says that Yuktas, subordinate officers, and Pradeshikas along with Rajukas shall go all areas of kingdoms every 5 years and spread the policy, Dhamma policy. അപ്പോൾ അശോകൻ്റെ ധമ്മഘോഷ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അശോകൻ്റെ പ്രധാനപ്പെട്ടതാണ് ബലിഘോഷയെ റീപ്ലേസ് ചെയ്ത് ധമ്മഘോഷ, അതായത് കോൺക്വസ്റ്റ് ബൈ കൾച്ചറൽ കോൺക്വസ്റ്റ്, അതായത് ബുദ്ധിസത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സംഭവമായിട്ട് കണക്കാക്കുക അശോകൻ്റെ ധമ്മ പോളിസി.
അപ്പോൾ ഇത് എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ MLA മാർ MP മാരെന്നൊക്കെ പറയുന്നത് പോലെ അവിടെ ഉണ്ടായിരുന്ന ഓഫീസേഴ്സിനോട് എല്ലാ 5 വർഷം കൂടുമ്പോഴും കിങ്ഡത്തിലേക്ക് പോകാൻ വേണ്ടി അശോക പറഞ്ഞു. അപ്പോൾ അതിന് പറയുന്നതാണ്, അപ്പോൾ ആ ഓഫീസേഴ്സിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് നോക്കാം. സബോർഡിനേറ്റ് ഓഫീസേഴ്സിനെ വിളിക്കുന്നത് യുക്താസ്, ജില്ലാ ഹെഡ് ജില്ലാ കളക്ടർ എന്ന് ഉദ്ദേശിക്കുക, അതാണ് പ്രദേശികാസ്. റൂറൽ ഓഫീസേഴ്സ് രജുകാസ്. ഇപ്പോൾ റൂറൽ രാജു എന്നുള്ളത് ഒരു ഗാവിലെ നെയിം പോലത്തെ രാജുകാസ്, പ്രദേശികാസ്, യുക്താസ്. അപ്പോൾ ധമ്മ മഹാമത എന്ന് പറയുന്നത് ഇതൊക്കെ ചെയ്യുന്നത് ശരിയാണോ, ഇവർ ഇതൊക്കെ കറക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനുള്ള ആൾക്കാരാണ് ധമ്മ മഹാമാത്രാസ്. അപ്പോൾ അത് ഇവിടെ 5-ാമത്തേൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ധമ്മഘോഷനെ പറ്റി പറയുന്നതാണ് 4-ാമത്തെ. ധമ്മഘോഷ ഈസ് ഐഡിയൽ ഓവർ ബരിഘോഷ. അപ്പോൾ അതാണ് 4-ാമത്തത്. 5-ാമത്തേൽ പറയുന്നത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ അതായത് ഈ കലിംഗ വാറിൽ 5 ലക്ഷം ആളുകളെ കൊന്ന ഈ അശോകനാണ് ഈ പറയുന്നത്. പിന്നെ എവരി ഹ്യൂമൻ ഈസ് മൈ ചൈൽഡ്, പിന്നെ അപ്പോയിൻമെൻറ്റ് ഓഫ് ധമ്മ മഹാമാത്രാസ്. അടുത്ത 6-ാമത്തേൽ പറയുന്നത് ഒരു രാജാവിൻ്റെ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് വെൽഫെയർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വട്ടോട്ടതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ്. ഇതൊരു ഹിന്ദിക്കാരൻ്റെ PDF ആണ്. മൂപ്പര് അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രത്യേകം മാർക്ക് ചെയ്തതാണ്. ടോളറൻസ് ടുവേർഡ്സ് ഓൾ റിലീജിയൻ. 8-ാമത്തേൽ പറയുന്നത് അശോകാസ് ഫസ്റ്റ് ധമ്മയാത്ര ടു ബോധ്ഗയ. മൂപ്പര് ബുദ്ധിസം സ്വീകരിച്ച പിന്നെ ബുദ്ധനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ പോയി കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ബുദ്ധന് ബോധോദയം വന്ന സ്ഥലമാണ് ബോധ്ഗയ. ബോധ്ഗയയിലേക്കാണ് ഫസ്റ്റ് ധമ്മയാത്ര. മൂപ്പര് ധമ്മയാത്ര എന്ന് പറയുന്ന ഒരു സീരീസ്. അതിൻ്റെ ആദ്യത്തെ യാത്ര ബുദ്ധനായ സ്ഥലം, അത് ബോധ്ഗയ. അതിനെപ്പറ്റി പറയുന്നതാണ് 8. ഇമ്പോർട്ടൻസ് ഓഫ് സെറമണീസ് ഓഫ് ധമ്മ, ഫെയിം ആൻഡ് ഗ്ലോറി, കുറച്ച് കാര്യങ്ങൾ. പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അടുത്ത് വരുന്നതാണ് ഈ 13. ഈ 13-ലാണ് കലിംഗ വാറിനെ പറ്റി മെൻഷൻ ചെയ്യുന്നത്. അതാണ് ഏറ്റവും ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ഏറ്റവും കൂടുതൽ വന്നത് ഈ 13. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഇൻസ്ക്രിപ്ഷൻ ഫ്രം ദ എഡിക്റ്റ്. ഇറ്റ് ടോക്സ് അബൌട്ട് അശോകാസ് വിക്ടറി ഓവർ കലിംഗ. 261 BC-യിലാണ് കലിംഗ വാർ നടക്കുന്നത്. ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്യുന്നത് 13-ാമത്തെ റോക്ക് എഡിക്റ്റിലാണ്. ഹിസ് റിമോഴ്സ് ഫോർ ദ 500,000, മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം, 500,000 എന്ന് പറഞ്ഞാൽ 5 ലക്ഷത്തിലധികം ആളുകൾ. അപ്പോൾ അത് കുറച്ച് ഓവറാന്ന് പോലും, അത്രക്കൊന്നും ഉണ്ടാവില്ല. എന്നാലും 5 ലക്ഷത്തിലധികം ആളുകൾ മരണപ്പെടുകയോ പലായനം ചെയ്യപ്പെടുകയോ ചെയ്ത യുദ്ധമാണ് കലിംഗ വാർ. കലിംഗ എന്ന് പറഞ്ഞാൽ ഒഡീസയിലെ ഭാഗം. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നതാണ് അശോകൻ്റെ മറ്റ് വിക്ടറീസ്. അശോകസ് ധമ്മ വിക്ടറി ഓവർ ഗ്രീക്ക് കിങ് ആൻറ്റിയോക്കസ് ഓഫ് സിറിയ. മൂപ്പരുടെ പേരാണ് അമിത്യോക്ക. അതുപോലെ ഈജിപ്തിലെ തുറാമൈ, അത് ബുദ്ധിസ്റ്റ് ഇതിലൂടെ ധമ്മയിലൂടെ ഒരുപാട് ആളുകളുടെ പേര്. ഏറ്റവും അവസാനം പറയുന്നതാണ് ഇത് എവിടെയൊക്കെയാണ് ഈ ഇൻസ്ക്രിപ്ഷൻസ് ഉള്ളത്. ഡിസ്ക്രൈബ്സ് എൻഗ്രേവിംഗ് ഓഫ് ഇൻസ്ക്രിപ്ഷൻസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് കൺട്രി. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തത് ആനിമൽ സ്ലോട്ടറിൻ്റെ പ്രൊഹിബിഷൻ, രണ്ടാമത്തത് സൗത്ത് ഇന്ത്യൻ കിങ്ഡംസിനെ പറ്റിയിട്ട് മാൻ ആൻഡ് ആനിമൽസിൻ്റെ മെഡിക്കൽ കെയറിനെ പറ്റിയിട്ട്, മൂന്നാമത്തത് ബ്രാഹ്മിൺസിനോടും അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് മോങ്സിനോടും കാണിക്കേണ്ട ജനറോസിറ്റിനെ പറ്റിയിട്ട് 5 വർഷം കൂടുമ്പോൾ ഇവർ ഈ കിങ്ഡം ഓഫ് ഏരിയ സർവൈലൻസിന് പോകേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ട്, 4 ധമ്മഘോഷയെ പറ്റി, 5 ധമ്മ മഹാമാത്രാസിനെ പറ്റിയിട്ട്, 7 ടോളറൻസ് ടുവേർഡ്സ് ഓൾ റിലീജിയൻസ് ആൻഡ് സെക്സ്. അശോക ബുദ്ധിസ്റ്റ് ആണെങ്കിലും ബുദ്ധിസം മതം സ്വീകരിച്ച ആളാണെങ്കിലും ടോളറൻസ് ടുവേർഡ്സ് ഓൾ റിലീജിയൻ ആൻഡ് സെക്സ്. പിന്നെ ധമ്മയാത്രയെ പറ്റി, ഫസ്റ്റ് ധമ്മയാത്രയെ പറ്റിയിട്ടാണ് 8-ാമത്തേൽ പറയുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് വരുന്നത് 13 കലിംഗ വാർ, 14 എൻഗ്രേവിംഗ് ഓഫ് ഇൻസ്ക്രിപ്ഷൻസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ്. അപ്പോൾ മേജർ റോക്ക് മൈനർ റോക്ക് എഡിക്ട്സ് 15 എണ്ണമാണ്. മറ്റേ മേജർ റോക്ക് എഡിക്ട്സ് 14 എണ്ണമായിരുന്നു പറഞ്ഞത്. അതുപോലെ മൈനർ റോക്ക് എഡിക്ട്സ് 15 എണ്ണമാണ്. അപ്പോൾ ഈ മൈനർ റോക്ക് എഡിക്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 4 സ്ഥലത്ത് അശോക എന്നുള്ള പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട്, ബാക്കിയുള്ള സ്ഥലത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ആ 4 സ്ഥലങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ മാസ്കി, ഗുജ്ജർ, ബ്രഹ്മഗിരി, നെട്ടൂർ, അതിൽ 3 സ്ഥലം കർണാടകയിലാണ്. അപ്പോൾ അത് ഒരുമിച്ച് പഠിച്ചാൽ മാസ്കി, ബ്രഹ്മഗിരി, നെട്ടൂർ. ഈ ബ്രഹ്മഗിരി നമുക്ക് മനസ്സിലാവും, ബ്രഹ്മഗിരി കുന്നുകൾ ജിയോഗ്രഫിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് കർണാടകയിലാണ് ബ്രഹ്മഗിരി.
അടുത്ത് നിട്ടൂർ, മാസ്കി. ഈ മാസ്കി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ തന്നിട്ടിരിക്കുന്നതാണ് മാസ്കി. ഇതിൽ എന്താ ഇവിടെ കൊടുത്തിട്ടുള്ളത് കണ്ടോ, ഈ അശോക എന്ന് പറയുന്നതാണ് അശോകൻ. ഇതിൽ നിന്നാണ് ഈ ദേവനാംപിയ കിട്ടിയത്. ദേവനാംപിയ അശോക, ബിലോവ്ഡ് ടു ദ ഗോഡ്സ് ദാറ്റ് അശോക. ഇത് ഈ മാസ്കി മൈനർ റോക്ക് എഡിക്റ്റിലാണ് പറഞ്ഞിട്ടുള്ളത്. 4 സ്ഥലങ്ങൾ: മാസ്കി, ഗുജ്ജാർ മധ്യപ്രദേശ്, ബ്രഹ്മഗിരി, നിട്ടൂർ. ഇപ്പം ഇങ്ങനെ 4 സ്ഥലത്താണ് അശോക എന്ന് മെൻഷൻ ചെയ്തില്ല. ഈ മാസ്കിയാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുക. മാസ്കി എവിടെയാണ്? കർണാടകയിൽ. ഗുജ്ജാർ ഗുജറാത്ത് അല്ല, മധ്യപ്രദേശ്. ജാർ എന്ന് പറയുമ്പോൾ മധ്യം. ഗുജ്ജാർ മധ്യപ്രദേശ്, ബ്രഹ്മഗിരി കർണാടക, നിട്ടൂർ കർണാടക. അപ്പം അങ്ങനെ റോക്ക് കഴിഞ്ഞു. പ്രധാനപ്പെട്ട മേജർ റോക്ക് എഡിക്റ്റും മൈനർ റോക്ക് എഡിക്റ്റും കഴിഞ്ഞു. അടുത്തതാണ് പില്ലർ എഡിക്ട്സ്. പില്ലർ എന്ന് പറയുന്നത് നമ്മുടെ സാധാ തൂണ്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത ഇല്ലെന്ന് പറഞ്ഞാൽ, ഇങ്ങനെയാണ് ഒരു പില്ലർ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് മേലെ ഒരു നമ്മൾ ഈ സാധാരണ താമര തിരിച്ചിട്ടതുപോലെ, അതായത് താമര ഇങ്ങനെ തിരിച്ചിട്ടതുപോലെ ഒരു താമരേൻ്റെ ഷേപ്പ് ഉണ്ടാവും. ആ താമരേൻ്റെ മേലെയാണ് ഈ മൃഗത്തിൻ്റെയൊക്കെ ഒരു രൂപം ഉണ്ടാവും. അപ്പോൾ 3 സാധനങ്ങൾ. പിന്നെ അതിൻ്റെ മേലെ ഈ മൃഗത്തിൻ്റെ രൂപം മേലെ ഒരു ചെറിയൊരു സ്ലേറ്റ് പോലെ ഒരു കട്ടിയുണ്ടോ, ഒരു സിമെൻറ്റിൻ്റെ ഒരു ഇതുപോലെ എല്ലാം പില്ലറാണ്. പിന്നെ അതൊരു പ്രത്യേക തരത്തിലുള്ള പില്ലേഴ്സ് ആയിരിക്കും ഇതൊക്കെ. അപ്പോൾ ഈ സാധനങ്ങൾ എന്തെല്ലാമെന്നുള്ളത്, ഇത് ഷാഫ്റ്റ്, പിന്നെ തിരിച്ചിട്ട പോലെ തന്നെ താമര, ഇൻവേർട്ടഡ് ലോക്കസ്, പിന്നെ ഒരു പ്ലാറ്റ്ഫോം, അതിനെ വിളിക്കുന്ന പേരാണ് അബാക്കസ്. പിന്നെ ഓരോ മൃഗങ്ങൾ, ഇപ്പോൾ സിംഹമായിരിക്കും, ആനയായിരിക്കും, അങ്ങനെ പല മൃഗങ്ങളുടെ ഇത്, അതിനാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ 4 കാര്യങ്ങൾ. ഒന്ന് ഷാഫ്റ്റ്, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളെ താമരയുടെ ഇത് തിരിച്ചിട്ടിട്ട് പോലത്തെ ഇൻവേർട്ടഡ് ലോട്ടസ്, ഏറ്റവും മേലെ ഒരു പ്ലാറ്റ്ഫോം അബാക്കസ്, പിന്നെ ക്യാപിറ്റൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഷാഫ്റ്റ്, പിന്നെ ഒരു ഇൻവേർട്ടഡ് ലോട്ടസ്, പിന്നെ ഒരു അബാക്കസിൻ്റെ മേലെ ക്യാപിറ്റൽ. അപ്പോൾ ഏതൊക്കെയാണ് പില്ലർ റോക്ക് എഡിക്ട്സ് നോക്കാം. ആദ്യം തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഡൽഹി തോപ്പറ പില്ലർ എഡിക്ട്സ്. അതായത് ഈ തോപ്പറ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ആദ്യം ഈ പില്ലർ ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തോപ്പറ കലാൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെയായിരുന്നു ഒറിജിനലി ഈ ഇതുണ്ടായിരുന്നത്, ഈ പില്ലർ ഉണ്ടായിരുന്നത്. പിന്നെ ഇനി നമ്മൾ വരുന്ന സമയത്ത് തുഗ്ലക്ക് ഡൈനാസ്റ്റിയിലെ ഫിറോസ് ഷാ തുഗ്ലക്ക് അത് എവിടത്തേക്ക് കൊണ്ടുവന്നു? ഡൽഹിയിലേക്ക് കൊണ്ടുവന്ന് സ്ഥാപിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡൽഹി തോപ്പറ എന്ന് പറഞ്ഞ പില്ലർ എഡിക്റ്റ് ആയത്. അപ്പോൾ ഇതിൽ പറയുന്നത്, അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ 7 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 7 എഡിക്ട്സ് ആണ് ഇതിൻ്റെ അകത്ത്. ഈ ഷാഫ്റ്റിൻ്റെ അകത്തെല്ലാം ഈ കാണുന്ന പോലെ എഴുതിയിട്ടുണ്ടാവും അങ്ങനെ 7 എഡിക്ട്സ് ആണ് ഉള്ളത്. മറ്റേതിൻ്റെ അകത്ത് 14 പറഞ്ഞതുപോലെ, മേജറിൽ 14ഉം മൈനറിൽ 15ഉം പറഞ്ഞതുപോലെ ഈ ശാസനകൾ 7 എണ്ണാന്ന് പില്ലറിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ ഡൽഹി തോപ്പറ പില്ലർ എഡിക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 7th എഡിക്റ്റ് ഇവിടെ മാത്രമേ ഉള്ളൂ, ഓൺലി വിത്ത് 7th എഡിക്റ്റ് ഓൺലി വിത്ത് 7th എഡിക്റ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഇതിലുപയോഗിച്ച ലാംഗ്വേജ് പ്രാകൃത ലാംഗ്വേജ് ബ്രഹ്മി സ്ക്രിപ്റ്റിൽ. അതുപോലെ 2 എണ്ണത്തിൻ്റെ വേറൊരു പേര് പറഞ്ഞ് ലൗറിയ ആരാജും ലൗറിയ നന്ദഗറും. ഈ കുത്തില്ല, ലൗറിയ ആരാജ് ലൗറിയ നന്ദഗർ, ഇത് രണ്ടും ഉള്ളത് ബീഹാറിൽ. ഡൽഹി തോപ്പറ 7th എഡിക്റ്റ്, പ്രാകൃത ലാംഗ്വേജ് ബ്രഹ്മി സ്ക്രിപ്റ്റ്. ഇത് എളുപ്പമല്ലേ, പ്രാകൃതം പാലിയാണ് പണ്ടത്തെ ലാംഗ്വേജ്. അപ്പോൾ ഭൂരിഭാഗം കാര്യങ്ങളും പ്രാകൃതിലാണ്. സ്ക്രിപ്റ്റ് ബ്രഹ്മി സ്ക്രിപ്റ്റ്. ലൗറിയ ആരാജ്, ഈ രണ്ടും ഒരേപോലെയാണ്. ലൗറിയ ആരാജും ലൗറിയ നന്ദഗർ രണ്ടും ഉള്ളത് ബീഹാറിൽ. ഈ ബീഹാറാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ശരിക്കും. അടുത്ത ഈ ഫിഗറിൽ കാണിക്കുന്നത് പോലെ നമ്മൾ നേരത്തെ പറഞ്ഞു, ആ ക്യാപിറ്റലിൻ്റെ അകത്ത് പല മൃഗങ്ങളുടെയും ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും ആ ക്യാപിറ്റൽ വ്യത്യാസമായിരിക്കും. അപ്പോൾ ഈ കാണിക്കുന്നതാണ് ഇൻവേർട്ടഡ് ലോട്ടസ്, താമര തിരിച്ചിട്ടത്. ഇതിൻ്റെ മേലെയുള്ള ഈ പ്ലാറ്റ്ഫോമാണ് അബാക്കസ്, ഇത് ഇൻവേർട്ടഡ് ലോട്ടസ്. ഈ മൃഗമാണ് ക്യാപിറ്റലായിട്ട് വരുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ സാരനാഥ്, ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സാരനാഥാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയതെന്ന് വെച്ചാൽ 1950 ജനുവരി 24 ഇന്ത്യ സ്വാതന്ത്ര്യമാവുന്ന സമയത്ത് നാഷണൽ എംബ്ലമായിട്ട് സ്വീകരിച്ചത് ഈ സാരനാഥിലെ ഈ അശോക ചക്രമാണ്. അപ്പോൾ ഇവിടെ എന്തെല്ലാം ഇല്ലയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു അശോക ചക്രം, പിന്നെ അതിൻ്റെ ഈ അബാക്കസിൻ്റെ അകത്ത് തന്നെ കുറച്ച് ആനിമൽസിൻ്റെ ചിത്രങ്ങൾ ഇൻസ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇത് 4 ഭാഗത്തുണ്ടാവും. അപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് ബാക്കിലും ഉണ്ടാവും, ഈ 2 സൈഡിലും ഉണ്ടാവും വീല്.
അശോക ചക്രം. അപ്പോൾ ഇതിൻ്റെ മേലെയുള്ളത് ഈ 4 ലയൺസിൻ്റെ ചിത്രം. അപ്പോൾ ഈ മൊത്തത്തിൽ സാരനാഥിൻ്റെ അയൺ പില്ലറിൽ ഉള്ളത് ഏതൊക്കെയാണ് മൃഗങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ലയൺ ഉണ്ട്, പിന്നെ ഇവിടെ ഓരോന്നിൻ്റെ ഈ 2 വീലിൻ്റെ ഇടയിൽ ഒരു മൃഗത്തിൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ. അപ്പോൾ അതെന്തൊക്കെയാണ്? ഓക്സ് അഥവാ ബുള്ള്, പിന്നെ ഹോഴ്സ്, എലിഫൻറ്റ്. അപ്പോൾ ഇങ്ങനെ 4 മൃഗങ്ങളുടേതാണ് ഉള്ളത്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സാരനാഥിലെ പില്ലറിലുള്ള മൃഗങ്ങൾ ഏതൊക്കെ? അപ്പോൾ ഇത് നമുക്ക് ഓർമ്മയുണ്ടാവും. പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ മുന്നിൽ ഈ സിംഹത്തിൻ്റെ ചിത്രം ഉണ്ടാവുമല്ലോ. അപ്പോൾ ലയൺ എന്തായാലും ഉണ്ടാവും. പിന്നെ ഞാൻ ഓർമ്മിക്കുന്നത് ഈ ഗ്രീക്കുകാരുമായിട്ടുള്ള യുദ്ധത്തിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്നത് എലിഫൻറ്റ് വെച്ചിട്ടുള്ള വാർ എലിഫൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് എലിഫൻറ്റ് ഓർമ്മിക്കുക. പിന്നെ സ്വാഭാവികമായിട്ടും ഹോഴ്സ്, രാജാക്കന്മാർ കുതിരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നതുകൊണ്ട് ഹോഴ്സ്. പിന്നെ അതിന് ശേഷം ബുള്ള് അഥവാ ഓക്സ്, അതിൽ ബുള്ള് ഓർമ്മിച്ച് കഴിഞ്ഞാൽ മതി. ബുള്ള്. ഇപ്പോൾ 4 മൃഗങ്ങൾ: ലയണ്, എലിഫൻറ്റ്, ഹോഴ്സ്, ബുള്ള്. അപ്പോൾ ഈ സാരനാഥ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആവുന്ന ബുദ്ധിസത്തിൽ ബുദ്ധൻ തൻ്റെ ഫസ്റ്റ് സെർമൺ, ശിഷ്യന്മാർക്ക് ആദ്യത്തെ സെർമൺ നടത്തുന്നത് സാരനാഥിൽ വെച്ചിട്ടാണ്. ഷോസ് ധമ്മ പരിവർത്തൻ ഓഫ് അശോക. ധർമ്മചക്ര പരിവർത്തൻ എന്നതിന് പറയാം. ധർമ്മചക്ര പരിവർത്തൻ, അതായത് ബുദ്ധൻ്റെ ഓരോ ഇവൻസിനും ഓരോ സിമ്പിൾ ഉണ്ട്. അതിൽ ഫസ്റ്റ് സെർമൺ, അതിന് വിളിക്കുന്ന പേരാണ് ധർമ്മചക്ര പ്രവർത്തൻ. അതിനുള്ള സിമ്പിൾ എന്ന് പറയുന്നത് ഈ വീലാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഈ വീല്. ഷോസ് ധർമ്മ പരിവർത്തൻ ഓഫ് അശോക. ഹി മെയ്ഡ് ദിസ് ടു കോമമറേറ്റ് ദ ഫസ്റ്റ് സെർമൺ ഓഫ് ബുദ്ധ. അശോകൻ ബുദ്ധയുടെ ഫസ്റ്റ് സെർമണിനെ ഓർമ്മയായിട്ടാണ് സാരനാഥിലെ ഈ രീതിയിലുള്ള ഇത് ചെയ്തത്. അപ്പോൾ അടുത്തത് കുറച്ച് കേവ്സിനെ പറ്റി പറയുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കേവ്സ്. ആദ്യം പറയുന്നത് ഈ ബരാബർ ഹിൽ കേവ്സ്, ബീഹാറിലെ ബരാബർ ഹിൽ കേവ്സ്. അപ്പോൾ ഇത് അശോകൻ അജീവിക സെക്ട്. ഇപ്പോൾ അശോകൻ ബുദ്ധിസ്റ്റ് ആണെങ്കിലും പല രീതിയിലുള്ള ആശയങ്ങളെയും ഉൾക്കൊള്ളുന്നുണ്ട്. അത് നമ്മൾ ആ മേജർ റോക്കഡിക്റ്റിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ അജീവിക സെക്റ്റിന് വേണ്ടിയിട്ടുള്ള കേവാണ്, അശോകൻ ബിൽഡ് ചെയ്ത് കൊടുത്ത കേവാണ് ബരാബർ ഹില്ല് കേവ്സ്. അതുപോലെ തന്നെ ലോമസ് ഋഷി കേവ്സ്, നാഗാർജുനി കേവ്സ്. അപ്പോൾ ഇത് ദശരഥൻ, അശോകൻ്റെ ഗ്രാൻഡ് സൺ ആയിട്ടുള്ള ദശരഥ മൗര്യ ബിൽഡ് ചെയ്ത കേവാണ് ഈ നാഗാർജുന കേവ്സ്. അതായത് ഇപ്പോൾ നമ്മളുള്ളത് മൗര്യ ഡൈനാസ്റ്റിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൗര്യ ഡൈനാസ്റ്റിയിലെ ഫൗണ്ടർ എന്ന് പറയുന്നത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ, അതായത് ബിന്ദു പണിക്കർ ഓർമ്മിച്ച് കഴിഞ്ഞാൽ ബിംബിസാരി അല്ല ബിന്ദുസാരയാണ് മകൻ. ബിന്ദുസാരയ്ക്ക് ശേഷം വരുന്ന അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട റൂളാണ് അശോകൻ. ഈ അശോകന് ശേഷം വരുന്ന അടുത്ത റൂളർ, അപ്പോൾ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള പ്രധാനപ്പെട്ട മൗര്യൻ റൂളേഴ്സാണ് ഈ 3 ആൾക്കാർ: ചന്ദ്രഗുപ്ത മൗര്യനും, ബിന്ദുസാരി, അശോകന് ശേഷം വരുന്നതാണ് മറ്റൊരുപാട് റൂളേഴ്സ് വരുന്നത്. അപ്പോൾ ഇതിൽ മൗര്യ ഡൈനാസ്റ്റിൻ്റെ അവസാനത്തെ റൂളറാണ് ഇനി അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബൃഹദ്രഥ. ഇവിടുന്ന് കുറേ ആൾക്കാരുണ്ടാവും. ഏറ്റവും അവസാനം വരുന്നതാണ് ബൃഹദ്രഥ. ഈ ബൃഹദ്രഥ ഇമ്പോർട്ടൻ്റ് ആവുന്നത് ഈ ബൃഹദ്രഥയെ ഡിഫീറ്റ് ചെയ്തുകൊണ്ടാണ് മൗര്യ സാമ്രാജ്യം അവസാനിച്ചിട്ട് അടുത്ത ഒരു ഡൈനാസ്റ്റി മഗധയിൽ രൂപം കൊള്ളുന്നത്. അതാണ് ശുംഗ ഡൈനാസ്റ്റി. മറ്റേ കോഡിൽ ഹസീന മസൂക്ക. അപ്പോൾ മാക്ക് ശേഷം വരുന്നത് സൂ ആണ്. സൂ എന്ന് പറയുന്നത് ശുംഗ ഡൈനാസ്റ്റിൻ്റെ ഫൗണ്ടറാണ് പുഷ്യാമിത്ര ശുംഗൻ. അപ്പോൾ എന്താണ് ഇവിടെ മൗര്യ ഡൈനാസ്റ്റി അവസാനിക്കുക. അപ്പം പ്രധാനമായും 4 ആളെ പേരാണ് പഠിക്കേണ്ടത്: ചന്ദ്രഗുപ്ത മൗര്യൻ, ബിന്ദുസാരൻ, അശോകൻ, ഏറ്റവും പിന്നെ അവസാനത്തെ ആൾ ബൃഹദ്രഥയെ ഡിഫീറ്റ് ചെയ്തിട്ട് അടുത്ത ഡൈനാസ്റ്റി രൂപം കൊള്ളുക. അപ്പോൾ പ്രധാനപ്പെട്ട റൂളേഴ്സിനെ പറ്റി പറഞ്ഞു. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുത്തത് മൗര്യൻസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത്. മൗര്യൻസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, അപ്പോൾ ഇത് പറയുന്നത് കൗടില്യൻ എന്ന് പറയുന്ന, അതായത് കൗടില്യ, ചാണക്യൻ, വിഷ്ണുഗുപ്തൻ എന്നൊക്കെ അറിയപ്പെടുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പ്രധാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ റോളിൽ ഉണ്ടായിരുന്ന ഒരാളാണ് കൗടില്യൻ. കൗടില്യൻ്റെ ഒരു പ്രധാനപ്പെട്ട തിയറി എങ്ങനെയാണ് ഒരു രാജ്യം ഭരിക്കേണ്ടത് എന്നുള്ളത്: 7 റൂൾ ടു ആൻ അഡ്മിനിസ്ട്രേഷൻ, 7 എലമെൻറ്റ്സ് ടു റൂൾ ആൻ അഡ്മിനിസ്ട്രേഷൻ. 7 എന്നുള്ളതാണ് സപ്താംഗ തിയറി ബൈ കൗടില്യ. അപ്പോൾ ഇതിൽ പറയുന്നത് ഒരു രാജ്യത്തിന് 7 കാര്യങ്ങൾ വേണം. അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ആദ്യം ഒരു രാജാവ് വേണം. പിന്നെ രാജാവിൻ്റെ ഒരു സെക്രട്ടറി, അത് അമർത്യ. ഇത് ഓരോന്നും എന്താണെന്നുള്ളതും ക്വസ്റ്റ്യനിൽ ചോദിക്കും. അമർത്യ എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ ഓപ്ഷൻ്റെ സെക്രട്ടറി, കിങ്, പ്രൈം മിനിസ്റ്റർ അങ്ങനെയൊക്കെ ഉണ്ടാവും. അമർത്യ എന്ന് പറയുന്നത് സെക്രട്ടറി. പിന്നെ ഒരു രാജാവിന് എന്ത് വേണം? ജനപദ, അത് ജനങ്ങളുടെ പാദം ഉൾക്കൊള്ളുന്ന ആ ഒരു ഏരിയ, ടെറിട്ടറി. പിന്നെ കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷന് ഫോർട്ട്, ദുർഗ. ട്രഷറി എന്ന് പറഞ്ഞാൽ വിലപിടിപ്പുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത്, അപ്പോൾ അത്ര കോശ. പിന്നെ ആർമിക്ക് സേന എന്നും പറയും, അതുപോലെ തന്നെ ദണ്ഡ എന്നും പറയും. ആർമി, സേന. പിന്നെ എന്ന് പറയുന്നത് ഫ്രണ്ട്, മിത്ര. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മിത്ര. ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ കൗടില്യൻ ഇങ്ങനെ പറയുകയാണ്, ഒരു രാജ്യത്ത് എന്തൊക്കെ വേണം. അപ്പോൾ ഒരു രാജാവിന് ഒറ്റയ്ക്ക് ഒരിക്കലും അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെയാണ് അലയൻസിനെ പറ്റി പറയുന്നത്. ഇതൊക്കെ പിന്നീട് ഇപ്പോൾ പൊളിറ്റിക്സിലൊക്കെ പലരും ഈ കൗടില്യൻ്റെ സപ്താംഗ തിയറിയിലെ കാര്യങ്ങൾ ഉപയോഗിക്കലുണ്ട്. അപ്പോൾ അതാണ് ഈ എങ്ങനെയൊക്കെയാണ് അലയൻസ് രൂപീകരിക്കേണ്ടത്, ആരൊക്കെയായിട്ട് അലയൻസ് രൂപീകരിക്കണം, മറ്റേ ശത്രുവിൻ്റെ ശത്രു, മിത്രം, ആ അത്തരത്തിലുള്ള പോളിസികളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് ഇവിടുന്നാണ്. ഈ കൗടില്യൻ്റെ സപ്താംഗ തിയറിയിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അവിടെയാണ് ഈ ഫ്രണ്ടൊക്കെ വരുന്നത്. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മിത്രം അഥവാ അലയൻസ്. പിന്നെ അടുത്തത് കോർട്ട്, 2 ടൈപ്പ് കോർട്ട്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ സിവിൽ കോർട്ടും ക്രിമിനൽ കോർട്ടും ഉള്ളതുപോലെ തന്നെ 2 ടൈപ്പ് കോർട്ട് ഉണ്ട്. സിവിലിനെ വിളിക്കുന്നതാണ് ധർമ്മസ്ഥ്യ ന്യായാലയ, മറ്റേത് കണ്ടകശോധൻ ന്യായാലയ. അപ്പോൾ ഇതിൽ രണ്ടിലും ഓഫീസർമാരുടെ പേരാണ് ഇവിടെ പറയുന്നത്. സിവിലിൽ ധർമ്മസ്ഥ്യ ന്യായാലയം എന്ന് പറയുന്നത് പേഴ്സണൽ ഡിസ്പ്യൂട്ട്സ്, നമ്മൾ സാധാരണ ഇപ്പം നിലവിലുള്ളത് പോലെ തന്നെ സിവിൽ കേസുകൾ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഡിസ്പ്യൂട്ട്സ്. ഈ മറ്റേ അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റും പീപ്പിളും തമ്മിലുള്ള കേസ്, 2 സ്റ്റേറ്റുകൾ തമ്മിലോ പീപ്പിളോ തമ്മിലുള്ള, അതിനെ വിളിക്കുന്ന ആ ആളാണ് പ്രദേശത. അപ്പോൾ 2 ടൈപ്പ് കോർട്ട്, ധർമ്മസ്ഥ്യ ന്യായാലയം, കണ്ടകശോധൻ ന്യായാലയം. അത് ആളാണ് 2 ആൾക്കാർ, വ്യവഹാരികയും പ്രദേശത്തെയും. പിന്നെ കുറച്ച് ഓഫീസർമാരുടെ പേര് ഇതുമായി ബന്ധപ്പെട്ട്. ഇപ്പം ഇതിലെ ഓരോ പേരും എന്താണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ സന്നിധത്ത, അതായത് സന്നിധത്ത, ചീഫ് ട്രഷറി ഓഫീസ്. ആ സമയത്തെ ചീഫ് ട്രഷറി ഓഫീസ്, ട്രഷറി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇന്നിപ്പോൾ ഗവൺമെൻറ് ട്രഷറി എന്നൊക്കെ പറയുന്നത് പോലെയുള്ള അതിൻ്റെ ചീഫ്, അതാണ് സന്നിധത്ത. പിന്നെ റവന്യൂ കളക്ടർ ജനറൽ ഓഫ് റവന്യൂ കളക്ടർ ചെയ്യുന്നതിൻ്റെ മെയിൻ ആൾ, അതാണ് സംഹാരത. അപ്പോൾ ഇത് ഓർമ്മിക്കാൻ, ഈ റവന്യൂ കളക്ട് ചെയ്യുക എന്ന് ഉദ്ദേശിച്ച പൈസ കളക്ട് ചെയ്യുക, അതായത് സംഭരിക്കുന്ന ആൾ. ടാക്സ്, റവന്യൂ കളക്ട് ചെയ്യുന്ന ആൾ, സംഭരിക്കുന്ന ആളാണ് സംഹാരത. ഈ എന്ന് വെച്ചിട്ട് ഓർമ്മിക്കുക, സംഭരിക്കുന്ന ആൾ സംഹാരത. പിന്നെ അടുത്ത് ഗോപ റെസ്പോൺസിബിൾ ഫോർ അക്കൗണ്ട്. പിന്നെ നമ്മളെ ഇന്നത്തെ CAG എന്നൊക്കെ പറയുന്നത് പോലുള്ള പഴയ ആളാണ്, അക്കൗണ്ടൻറ്റ് ജനറലാണ് അഷ്ടപാലികയാണ് CAG. അഷ്ടപാലകന്മാർ അമ്പലത്തിലുണ്ടാവില്ല, അഷ്ടപാലകന്മാർ. അപ്പം അതുപോലെ അഷ്ടപാലിക എന്ന് ഉദ്ദേശിക്കുന്നത് അക്കൗണ്ട് ജനറൽ. അടുത്ത നഗരം, സിറ്റിയുടെ അഡ്മിൻ, റെസ്പോൺസിബിൾ ഫോർ സിറ്റി അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഇതിൽ സിറ്റി എന്നുള്ളത് വെച്ചിട്ട് നഗരം കണക്ട് ചെയ്തത് നഗർക്ക. പിന്നെ സീതാധ്യക്ഷ, അക്കൗണ്ടഡ് ഫോർ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ കൃഷി. അപ്പോൾ കൃഷീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, ഇപ്പോൾ നമ്മൾ രാമനും സീതയും ഉണ്ടല്ലോ, അപ്പോൾ അതിൽ സീതാദേവി കൃഷി നോക്കുന്നതെന്ന് ഓർമ്മിച്ച് കഴിഞ്ഞാൽ കൃഷി എന്ന് പറഞ്ഞാൽ സീതാധ്യക്ഷ അഗ്രികൾച്ചർ. അടുത്തത് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് റെസ്പോൺസിബിൾ ഫോർ മാർക്കറ്റ് സമസ്താധ്യക്ഷ. അപ്പോൾ സമസ്തയാണ് മാർക്കറ്റ്. അടുത്ത ഷിപ്പ് എന്ന് പറഞ്ഞാൽ നവാധ്യക്ഷയാണ് അക്കൗണ്ടഡ് ഫോർ ഷിപ്സ്.